സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ സകല പാപങ്ങളും പുറത്തു കിട്ടിയ പരിശുദ്ധരായി മടങ്ങാൻ ഇലാഹായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു വലിയ പ്രതീക്ഷയുള്ള വിശുദ്ധമായ ശഅബാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. റബ്ബേ, ഈ സദസ്സ് കണ്ട് സന്തോഷിക്കാൻ ഈ പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കൂട്ടുകാർ, ചെറുപ്പക്കാർ, ഉമ്മമാർ, പെങ്ങന്മാർ, എന്തിനേറെ ഈ നഗർ ആരുടെ സ്മൃതി പദങ്ങളിലാണോ അറിയപ്പെടുന്നത്? പ്രിയപ്പെട്ട ഷഹാൻ മോൻ മാണിയമ്പലത്ത് ഒരു ക്യാമ്പും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അള്ളാന്റെ വിളിക്കുത്തരം നൽകിയ പ്രിയപ്പെട്ട ഷഹാൻ മോൻ, അള്ളാഹു അവർക്കൊക്കെ ഈ മധുര മനോഹര പുണ്യം നിറഞ്ഞ സദസ്സ് കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമുക്കേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അഭിയുന്നരായ ഉസ്താദ് അബൂബക്കർ ഹുദവി മുണ്ടംപറമ്പ്, ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതലേ ആസ്വദിച്ച് അനുഭവിച്ച് പലപ്പോഴും പറയാൻ പരിശീലിച്ച ഒരു മാതൃകാ പ്രഭാഷകനാണ്. അൽഹംദുലില്ലാ, ഇന്നിവിടെ എത്തിയിരിക്കുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും സമഗ്രമായ പ്രഭാഷണത്തിനുള്ള തൗഫീഖും വലിയ അസറും പ്രദാനം ചെയ്യട്ടെ. ഒരൊറ്റ പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ ഉദ്ഘാടനം ചെയ്യാം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. വിശാലമായ ഒരു പള്ളിയുടെ നവീകരണത്തിനാണ് നമ്മൾ ഒരുങ്ങുന്നത്. പക്ഷേ ഈ പള്ളി പണിയുമ്പോഴൊക്കെ, പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴൊക്കെ നാം പേടിക്കേണ്ട ഒരുപാട് ഹദീസുകൾ കാണാൻ സാധ്യമാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഭാഗങ്ങളിലാണ് ശക്തമായി അധിക്ഷേപിച്ചു പറഞ്ഞിട്ടുള്ളത്? മസാജിദുഹും ആമിറ, പള്ളികൾ വലിയ ആഡംബരപൂർണമാകും, പള്ളികൾക്ക് മൊഞ്ചാകാം, പള്ളിക്ക് ഭംഗിയൊക്കെ വേണം, സീനത്ത് പള്ളിയിൽ വേണം. പക്ഷേ ആ പള്ളി സന്മാർഗത്തിൽ നിന്ന് അകലുമ്പോൾ നാം പേടിക്കണം. എന്റെ ഒരു സങ്കടം പഴയ കാലത്തെ പോലെയല്ല. പണ്ടിവിടെ കാടായിരുന്നു, ഇരുൾമുറ്റി കിടക്കുകയായിരുന്നു, ആളുകൾക്ക് പള്ളിയിൽ വരാൻ പ്രയാസമുണ്ടായിരുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ പള്ളിയുടെ ചാരത്ത് ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ, പുതിയ വീടുകൾ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയുടെ പരിസരം സജീവമാവുകയാണ്. നാമും സജീവമാകണം. എങ്ങനെ? ജമാഅത്തിന് ഇവിടെ ആള് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാതെ പള്ളിയിൽ എന്തു പ്രസക്തിയാണുള്ളത്? ഇദാ റഅയ്തുമുർ റജുല യതആഹദുൽ മസാജിദ്, ഒരാളെ നിങ്ങൾ കണ്ടാൽ അയാൾ പള്ളിയുടെ കാര്യം വളരെ കാര്യഗൗരവത്തോടെ എടുക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ യഅ്താദുൽ മസ്ജിദ്, അയാൾ പള്ളിയെ പതിവായി ജമാഅത്തിന് വരാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഫഷ്ഹദു ലഹു ബിൽ ഈമാൻ, അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷിയാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പള്ളി ജമാഅത്ത് കൊണ്ട് സജീവമാകണം. അതിനെന്തു ചെയ്യണം? അതൊരു സംസ്കാരമായി മാറണം. ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് വരുന്നൊരവസ്ഥ, ബാങ്ക് കൊടുക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മമാർ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന ഒരവസ്ഥ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, കണ്ണു കാണാത്ത സഹാബി വര്യനെയാണ് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നത്, ഹബീബേ, ഞാൻ അന്ധനാണ്. ഹൽ അലയ്യ റുഖ്സ അൻ ഉസല്ലിയ ഫീ ബൈതി, എനിക്ക് എന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ വല്ല ഇളവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അന്ധനായ സഹാബിയോട് മുത്ത് റസൂലുള്ളാഹിന്റെ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൽ തസ്മഉ നിദാ, ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് നീ കേൾക്കാറുണ്ടോ? ഫഖാല നഅം, അതെ എന്ന് സഹാബി പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ഫഅജിബ്, എന്നാൽ പള്ളിയിൽ വരണം. ഈ അടുത്ത് ആഫ്രിക്കയിൽ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അവിടെ പള്ളിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഹൗദുള്ളത്. 3 കിലോമീറ്റർ അകലെ പോയിട്ട് വേണം വുളു എടുത്ത് പള്ളിയിലേക്ക് വരാൻ.
ആ നാട്ടിലെ പള്ളി ജനങ്ങളെ കൊണ്ട് നിർഭരമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, കേട്ടതുകൊണ്ട് ഒരു മാറ്റവും വരികയില്ല. പ്രതിജ്ഞ എടുക്കണം, പള്ളിയിൽ പോയിട്ടേ നിസ്കരിക്കൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നല്ല ഒരു പള്ളി, നല്ല സംവിധാനം ആളില്ലെങ്കിൽ എത്ര മോശമാണ്. ചിലര് പറയും ഞങ്ങൾ 1 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരാറുള്ളത്, 12 മണിക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സുബ്ഹിക്ക് വരുന്ന ഒരാൾ 4:30 മണിക്ക് തന്റെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന ആളാ, അയാൾ ജമാഅത്തിന് പള്ളിക്ക് വരുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ടൗണിൽ പോയി തന്റെ ബിസിനസ് കഴിഞ്ഞ് തന്റെ വാഹനവുമായി ഈ പള്ളിയിലേക്ക് കുതിച്ചു വരുന്നവരുണ്ട്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇതൊരു സംസ്കാരമാണ്. ഈ സംസ്കാരം ഇവിടെ തുടങ്ങണമെങ്കിൽ രക്ഷിതാക്കൾ മാതൃക കാണിക്കണം, അല്ലെങ്കിൽ സങ്കടമാണ്. എന്നോടൊരാൾ മഗ്‌രിബിന് ഇവിടെ വന്ന് നിസ്കരിച്ചപ്പോ ചോദിച്ചു, മഗ്‌രിബിനൊക്കെ ഇത്ര കുറച്ച് ആളേ ഉള്ളൂ? ഞാനങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞു. ഇവിടെ ഒക്കെ പള്ളികളാണ്, എല്ലാവരും തിരക്കിലാണ്, വ്യത്യസ്ത ജോലികളിലാണ് എന്നൊക്കെ നമുക്ക് ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞാലും നമ്മുടെ പ്രപിതാക്കൾ ഉണ്ടാക്കി തന്ന ഈ പള്ളി, നമ്മുടെ വല്യാപ്പമാർ കിടക്കുന്ന അവരുടെ അന്ത്യവിശ്രമ കേന്ദ്രമായ ഖബറിടങ്ങളിൽ അവർക്ക് സുഖം കിട്ടണമെങ്കിൽ ഈ പള്ളിയിൽ ആള് വരണം നിസ്കരിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മൾ മാതൃകയാവണം. എത്ര ചന്താണ് ഒരു വാപ്പ മോന്റെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് അങ്ങനെ വരികയാണെങ്കിൽ അതിനേക്കാൾ വലിയ ദഅവത്ത് ഏതാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാഇബുഹും സബ്ആ, 7 വയസ്സാകുന്നത് വരെ കുട്ടികളോടൊപ്പം കളിക്കണേ, ചിരിക്കണേ, ആർമാദിക്കണേ. 7 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ 14 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന 7 വർഷം വഅദ്ദിബുഹും സബ്ആ, മക്കൾക്ക് അദബ് പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിലെ ഒരു മസ്അലയുടെ ഭംഗി എത്രയാണ്. ഒരു മോന് 7 വയസ്സാകുമ്പോ നിസ്കാരം നിർബന്ധമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 7 വയസ്സാകുമ്പോ മോന് നിസ്കാരം നിർബന്ധമില്ല. പക്ഷേ മുറൂ ഔലാദക്കും, നിങ്ങളുടെ മോന് നിസ്കാരം നിർബന്ധമില്ലെങ്കിലും ആ 7 വയസ്സ് മുതൽ പിന്നെ ഏകദേശം 14 വയസ്സ് വരെ നീണ്ട 7 വർഷം മോനെ നിസ്കരിക്കണേ, നിസ്കരിക്കണേ, നിസ്കരിച്ചില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അടിയുമാകാം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ പള്ളിയിൽ കൊണ്ടുവന്ന് പിതാവ് ശീലിപ്പിക്കേണ്ട വർഷം 7 വർഷമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ ഒരു സംസ്കാരം എന്ത് വില കൊടുത്താണെങ്കിലും എന്തു കാരണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലുതാണ് ജമാഅത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്കാരത്തിൽ ഒരുപാട് പോരായ്മകൾ, കുറവുകൾ, ന്യൂനതകൾ വന്ന് മുബ്തിലാത്ത് വന്ന് നമ്മുടെ നിസ്കാരം തള്ളപ്പെടാം. എന്നാൽ തള്ളപ്പെടാതെ നമ്മുടെ നിസ്കാരം ഗ്യാരണ്ടിയുള്ള ഒരമലായി സ്വീകരിക്കപ്പെടാൻ ഒരൊറ്റ മൂല്യാണ് ജമാഅത്ത്. ജമാഅത്തായി നിസ്കരിച്ചാൽ മറ്റുള്ളവരുടെ നിസ്കാരത്തിന്റെ പുണ്യം കൊണ്ടെങ്കിലും നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടും. അറിയില്ലേ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 6 ലക്ഷം ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടത് ഒരാളെ കൊണ്ടാണ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര്, നിങ്ങളെ മക്കളെ പറഞ്ഞയക്കണം. ചിലപ്പോ ഭർത്താക്കന്മാര് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കായിരിക്കും, എന്നാലൊന്ന് പറഞ്ഞയക്കണം. അതൊരു ശീലമായി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, 4:30 മണിക്ക് ജോലി കഴിഞ്ഞിട്ട് സുബ്ഹിക്ക് പള്ളിയിലേക്ക് വരുന്നവർ, ടൗണിൽ പോയിട്ട് ക്ഷീണിച്ച് ശരീരം പരവശനായിട്ടും പള്ളിയിലേക്ക് വരുന്നവർ ഇവിടെയുണ്ട്. അതൊരു ഡിറ്റർമിനേഷനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 84 വയസ്സുള്ള ഒരു ഉസ്താദിനെ ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ടു. ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി, ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ പോയതാണ്. ആ ഉസ്താദ് ഉണ്ടല്ലോ, വിങ്ങി വിങ്ങി ഏന്തി മെല്ലെ മെല്ലെ പള്ളിയിലേക്ക് അങ്ങനെ വിടുന്ന അവസ്ഥയിൽ പിടിച്ച് പള്ളിയിലേക്ക് പോവുകയാണ്. നിർബന്ധമാണെന്നല്ല ഞാൻ പറഞ്ഞത്,
പക്ഷെ അതൊരു മഹത്വമാണ്, വിലയേറിയതാണ്. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, മരിക്കുന്നത് വരെ തഹജ്ജുദ് മുടങ്ങാതിരിക്കാനും ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങൾ ദുആരക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതൊരു സംസ്കാരമായി മാറണം. മാണിയമ്പലത്ത് പള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്ന് ചോദിച്ചാൽ ജമാഅത്തിന് ആളുള്ള പള്ളിയാവണം. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റമളാൻ വരികയാണ്, പുണ്യങ്ങളുടെ പൂക്കാലം. പടച്ച റബ്ബേ, അന്ന് അത് മുതലെങ്കിലും ഈ ജമാഅത്ത് കൊണ്ട് പള്ളിയെ സജീവമാക്കാൻ, അതുകൊണ്ട് ഞങ്ങളുടെ വല്യാപ്പമാർക്ക് മാതാപിതാക്കൾക്ക് കൺകുളിർമയാകാൻ തൗഫീഖ് നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ, ഉദ്ധവി നൽകണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന ഖുർആനിക വചസിൽ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.